നമസ്കാരം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്ഷേത്രവിശേഷങ്ങളാണ് നാം ഈ ചാനലിലൂടെ പങ്കുവെക്കുന്നത്. എൻ്റെ ഋഷിപ്രോക്തം ചാനലിൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ സംബന്ധിച്ചതായിട്ടുള്ള നിരവധി വീഡിയോകളുണ്ട്. ആ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ കാണുക. പ്രധാനപ്പെട്ട ചാനലാണത്. ഇതിൽ നമ്മൾ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അറിവുകളാണ് പങ്കുവെക്കുന്നത്. ഇന്ന് കേരളത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട എന്ന സ്ഥലത്തെ കൂടൽ മാണിക്യ ഭരതസ്വാമി ക്ഷേത്രത്തിന്റെ ചില ആചാരങ്ങളിലെ പ്രത്യേകതകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാ ശീവേലികൾക്കും 17 ആനകളും പെരുവനത്തിന്റെ സമ്പൂർണ്ണ പഞ്ചാരിമേളവും ഉണ്ട്. തിടമ്പാനയ്ക്ക് കൂട്ടായി 2 കുട്ടിയാനകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഈ കുട്ടിയാനകളെ ഉള്ളാന എന്നാണ് പറയുന്നത്. 17 ആനകൾക്കുമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങളും 10 വെള്ളി നെറ്റിപ്പട്ടങ്ങളും ഇവിടെയുണ്ട്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വലിയ 2 ആനക്കൊട്ടിലുകൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഉത്സവത്തിനല്ലാതെ നിത്യവും ഇവിടെ ശീവേലി ഇല്ലെന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഉത്സവ ബലിയില്ല, ഇവിടെ ശ്രീഭൂത ബലി മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ആറാട്ട് നടക്കുന്നത് ചാലക്കുടി പുഴയിലാണ്. 2 കടവുകൾ ഇവിടെയുണ്ട്. 2 കടവുകളിലുമായിട്ട് ഓരോ വർഷവും മാറി മാറിയാണ് ആറാട്ട് നടത്തുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയുള്ള വഴിപാട്, മഴ പെയ്യാതിരിക്കാനായി താമരമാല വഴിപാട് നടത്തുന്നുണ്ട്. കൂടാതെ 5 തന്ത്രിമാരുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. തൃപ്പൂത്തരിക്ക് പിറ്റേ ദിവസം മുക്കുടി നടത്തുന്ന ക്ഷേത്രം കൂടിയാണിത്. തുളസിയാണ് ഇവിടുത്തെ പ്രധാന പൂജാപുഷ്പം. എന്നിരുന്നാലും ഇവിടുത്തെ മുറ്റത്ത് തുളസി കിളിർക്കാറില്ല. തവളകളും പാമ്പുകളും ഇല്ലാത്ത ക്ഷേത്രക്കുളമാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ നിവേദ്യം വെക്കുന്നത് എത്ര വലിയ വാർപ്പിലായാലും അത് കീഴ്ശാന്തി ഒറ്റയ്ക്കാണ് താഴത്തേക്ക് ഇറക്കി വെക്കുക. ഉപ്പിട്ട വഴുതനങ്ങ നിവേദ്യമായിട്ട് നൽകുന്നതും ഇവിടെ മാത്രമാണ്. ഉദര രോഗശമനത്തിന് ഈ ഉപ്പിട്ട വഴുതനങ്ങ നിവേദ്യം വളരെ വിശേഷമാണ്. കർപ്പൂരവും ചന്ദനത്തിരിയും ഇവിടെ ഉപയോഗിക്കാറില്ല എന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ് വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.